തരൂരിനെയും സൂക്ഷിച്ചും കണ്ടും നടന്നാൽ കൊള്ളാം. തരൂരിന് നല്ലതായിരിക്കും, തരൂരിൻ്റെ തടിക്കും നല്ലതായിരിക്കും, തരൂരിൻ്റെ ഭാവിക്കും നല്ലതായിരിക്കും. നമ്മുടെ കോൺഗ്രസിലെ KC വേണുഗോപാൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അതായത് അന്ത്യശാസനം എന്ന് പറയാം. വേണുഗോപാൽ അന്ത്യശാസനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞിട്ടായിരിക്കും? രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടായിരിക്കും. രാഹുൽ ഗാന്ധി നേരെ നിന്ന് പറയത്തില്ല. ഒരിക്കൽ എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനമൊക്കെ എഴുതി. അത് വളരെ വിവാദമാകുക എന്ന് പറഞ്ഞാൽ കഴമ്പുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ്സുകാരത് വലിയ വിവാദമാക്കി. ഒടുവിൽ ശശി തരൂർ അതിനുശേഷം പിന്നെ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും ചരിത്രവും അറിയില്ല, പോയി പഠിക്കാൻ പറയാൻ പറഞ്ഞു. അത് ശരിയാണ്. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം അറിയില്ല, ചരിത്രവും അറിയില്ല. രാഹുൽ ഗാന്ധിയുടെ ധാരണ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബമാണ്. നെഹ്റു കുടുംബം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, അവരുടെ കയ്യിൽ തന്നെയാണ് ഇന്ത്യ എന്നൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ ചരിത്രബോധവും. ഇതൊന്നും അറിയാതെ നരേന്ദ്രമോദിയെ എതിർക്കുകയും രാജ്യത്തിന് പുറത്തുപോയി രാജ്യത്തിനെതിരെ നിൽക്കുന്ന ശക്തികളുമായി കൂട്ടുചേർന്നുകൊണ്ട് രാജ്യത്തിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും ഈ പല കാര്യങ്ങളും നേരെ വന്ന് പറയാൻ കഴിയത്തില്ല രാഹുൽ ഗാന്ധിക്ക് ശശി തരൂരിനോട്. കാരണം ശശി തരൂർ വിദേശത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോയപ്പോൾ അവരോടെല്ലാം പറഞ്ഞത്, ഞാൻ രാജ്യത്തെ പ്രതിപക്ഷ നിരയിലുള്ള MP ആണ്, പക്ഷെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തിനെ പ്രതിനിധീകരിച്ച് രാജ്യസ്നേഹിയായിട്ട് ദേശസ്നേഹിയായിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധിക്ക് ഇന്നേ വരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ KC വേണുഗോപാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്മണ രേഖ ലംഘിച്ചാൽ തരൂരിനെതിരെ നടപടി. തരൂർ ആകെ പേടിച്ച് വിറച്ചോന്നൊരു സംശയം. ലക്ഷ്മണരേഖ, ഈ തരൂര് ഇത് പറഞ്ഞതിന് ശേഷവും തരൂര് പിന്നെ എന്തൊക്കെയോ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മണരേഖ മാറ്റി വരയ്ക്കും. തരൂർ ഒരടി മുമ്പോട്ട് വയ്ക്കുമ്പോൾ ലക്ഷ്മണരേഖ നേരത്തെ വരച്ചതിൽ നിന്ന് ഒരടി മുമ്പോട്ട് പിന്നെയും പോകും. അങ്ങനെയാണ്. അപ്പം തരൂരിന് അനുസരിച്ച് ഇപ്പോൾ കോൺഗ്രസിലെ കാര്യങ്ങൾ പോകുന്നതാണ് കാണുന്നത്. എന്ത് ചെയ്യാമെന്ന് പറയാം. വളരെ അന്തസ്സോടുകൂടി നട്ടെല്ലിന് ഉറപ്പോടുകൂടി ഒന്നുകിൽ തരൂർ പാർട്ടി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അതിൻ്റെ കീഴ്വഴക്കമനുസരിച്ച് തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. തരൂർ ഇപ്പോൾ അങ്ങനെ അതിനുവേണ്ടി നിൽക്കുകയാണ്. എന്നെ ഒന്ന് പുറത്താക്കൂ. നമ്മുടെ ഏതോ ഒരു സിനിമയിൽ ജഗതി ശ്രീകുമാർ റോഡിന് നടുവിൽ കയറി കിടക്കുമല്ലോ പായം പിരിച്ച്, എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ ലോക്കപ്പിൽ അടയ്ക്കൂ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് തരൂർ, എന്നെ ഒന്ന് പുറത്താക്കൂ, എന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കൂ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഈ അധികാരം തലയ്ക്ക് പിടിച്ചു മൂത്ത് പലരും അവിടെ സ്ഥാനം കിട്ടാതെ CPM-ലോട്ടൊക്കെ പോയത് നമുക്കറിയാം. മറ്റുള്ളിടത്തു നിന്ന് CPM-ലേക്കും വന്നിട്ടുണ്ട്. ഇത് മറ്റേ മണ്ടി കരയേറുന്നു മോഹം, എണ്ണി എണ്ണി കുറയുന്ന ഇത് ആയുസ്സും എന്ന് പൂന്താനം എഴുതിയ വരികൾ ഈ KV തോമസിനെ കണ്ടുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം KV തോമസ് കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്ന് അനുഭവിക്കാത്ത രാജകീയ സുഖങ്ങളൊന്നുമില്ല. MLA ആയി, മന്ത്രിയായി, MP ആയി, എന്തെല്ലാം കാര്യങ്ങൾ. കോളേജ് അധ്യാപകനായിരുന്നല്ലോ പ്രൊഫസർ KV തോമസ്. എറണാകുളത്തുകാർ തോമസ് മാഷ് എന്നൊക്കെ പറയും. കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ ഇപ്പോഴും തോമസ് മാഷ് എന്നൊക്കെ പറയും. ആ തോമസ് മാഷിനെ പിണറായി വിജയൻ ഡൽഹിയിൽ കുടിയിരുത്തി. ലക്ഷക്കണക്കിന് ശമ്പളമാണ്. നമ്മുടെ സുധാകരനായി ഒരിക്കൽ ഇതെല്ലാം കൂടെ കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞു, ഇങ്ങേർക്ക് 10-30 ലക്ഷം രൂപ ശമ്പളം ഉണ്ടല്ലോ മാസം, എല്ലാം കൂടെ പെൻഷനും ഒക്കെ കൂടെ, ഇയാൾ എന്താ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നുകയാണോ എന്നാണ് ചോദിച്ചത്. പാവം സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ MLA പെൻഷനും ഒക്കെ മാത്രമേ കിട്ടുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യ കോളേജ് അധ്യാപികയായിരുന്നു. അതിൻ്റെ പെൻഷനും കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. അതിലൊന്നും കൈയിട്ട് വാരാൻ പോകാത്ത ആളാണ്. അഴിമതി അല്പം പോലും ലെവലേശം തീണ്ടിയിട്ടില്ലാത്ത ആള്. അങ്ങനെ ചിലരുണ്ട് ഇടതുമുന്നണിയില്ല. സുധാകരനും കൊല്ലത്ത് നമ്മൾ നോക്കിയാൽ PK ഗുരുദാസൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്.
പിന്നെ നമുക്കറിയാമല്ലോ എന്തെല്ലാം ഉണ്ടാക്കാമായിരുന്നു. അവരതിലൊന്നും പോയിട്ടുള്ളതല്ല. പി.കെ. ഗുരുദാസനെയൊക്കെ പിൽക്കാലത്ത് ഒതുക്കി. അപ്പം എന്തായാലും നമുക്ക് തരൂരിലേക്ക് തന്നെ വന്നാൽ, തരൂരിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് നിൽക്കുക. ഒടുവിൽ കെ.സി. വേണുഗോപാലും ആയുധമെടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലിന് ഞാൻ ആലോചിക്കുകയാണ്, ഈ തരൂരിനോട് നേരെ ചോദിക്കാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രനെ നോക്കി താഴെ നിന്ന് ചില പട്ടികൾ കുരയ്ക്കാറില്ലേ? അതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ. തരൂർ എവിടെ നിൽക്കുന്നു? കെ.സി. വേണുഗോപാൽ വിചാരിച്ചത് തരൂര് ഈ ഇവിടുത്തെ തിരുവനന്തപുരത്തെ MP സ്ഥാനത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ആളാണ്. പിന്നെ ഉള്ളത് പറയാമല്ലോ, MP എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്തിന് ഒന്നും ചെയ്തിട്ടില്ല തരൂര്. വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ. ഇവിടെ കൃത്യമായിട്ട് വരുന്ന ഒരു ചടങ്ങെന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരും. നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ത്രീകൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരത്ത് വരുന്നത് പോലെ തരൂരും ആ സമയം വരും. അല്ലാതെ MP എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് യാതൊരു നേട്ടവും തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിട്ടില്ല. 2009, 2014, 2019, 2021 വിജയിച്ചു. 24 വിജയം എന്ന് പറയുന്നത് ഇത്തിരി കടുപ്പമായിരുന്നു. വെറും 15,000 വോട്ടിന് മാത്രമാണ് വിജയിച്ചത്. അദ്ദേഹത്തിന് ഈ തിരുവനന്തപുരത്തെ MP എന്നുള്ളതൊന്നും വലിയൊരു ഭൂഷണമല്ല. അത് വേണുഗോപാൽ മനസ്സിലാക്കണം. തരൂരിൻ്റെ ബയോഡേറ്റ എടുത്ത് നോക്കിയാൽ അദ്ദേഹം ഏറ്റവും അവസാനം വയ്ക്കും തിരുവനന്തപുരത്തെ MP എന്നുള്ളത്. അല്ല, അദ്ദേഹം വിദേശത്തൊന്നും പോയി പറയാറില്ല ഞാൻ തിരുവനന്തപുരത്തിൻ്റെ MP ആണ് എന്നൊന്നും. അദ്ദേഹത്തിന് വെളിയിൽ പറയണ്ട അദ്ദേഹം ആരാണെന്നും എന്താണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നതെന്നും ഒക്കെ അവർക്കറിയാം. അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ വിശ്വപൗരനായിട്ട്, വിശ്വപൗരൻ എന്നുള്ള ഒരു സ്ഥാനപ്പേരില്ല, എങ്ങനെയോ വീണു. ഇപ്പൊ ഡൽഹി നായരെന്ന് അദ്ദേഹത്തെ വിളിച്ചില്ലേ പെരുന്നയിലെ പോപ്പ്? അതിനുശേഷം നമ്മളെല്ലാവരും വിളിക്കുന്നുണ്ട് ഡൽഹിയിലെ നായർ. ഡൽഹിയിലെ കറകളഞ്ഞ നായർ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അത് പെരുന്നയിലെ പോപ്പ് അംഗീകരിച്ചു. പോപ്പ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ല, സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ തരൂര് വിദേശങ്ങളിലൊക്കെ പ്രഭാഷണത്തിന് പോകാറുണ്ട്, സർവകലാശാലകളിൽ. അദ്ദേഹത്തിൻ്റെ ഒരു കലയാണിത്. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും പഠിപ്പിക്കാൻ വിളിച്ചാൽ അദ്ദേഹം ഓടിക്കളയും. അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാൻ തീർച്ചപ്പെടുത്തിയപ്പോൾ ഇദ്ദേഹം മൊബൈലൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ. ഇദ്ദേഹത്തെ ഏതോ സർവകലാശാലയിൽ നിന്ന് പിടികൂടിയാണ് കൊണ്ടുവരുന്നത്, ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കിയെന്നും പറഞ്ഞ് അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ മറ്റെല്ലാം മറക്കും. ഉടനെ അദ്ദേഹം പതുക്കെ ലാപ്ടോപ്പും തുറന്ന് അദ്ദേഹം ക്ലാസ് എടുക്കാൻ തുടങ്ങും. ഒരു ബ്ലാക്ക് ബോർഡോ വൈറ്റ് ബോർഡോ കൊടുത്താൽ മതി. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് APJ അബ്ദുൽ കലാം. എന്ന് പറഞ്ഞതുപോലെ ശശി തരൂരിനും അത്തരത്തിലുള്ള ഒരു പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്. ആ തരൂരിനോടെയാണ് പറയുന്നത് ലക്ഷ്മണരേഖ ഇനി മുറിച്ച് കടക്കരുത്, സൂക്ഷിച്ചോണം എന്ന് പറയുന്നത്. ശശി തരൂര് ഒരുപക്ഷെ അത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ടാകും. അല്ലയോ വേണുഗോപാലെ, ഞാൻ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലാണ്, പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നതെങ്കിലും താൻ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. അതെങ്കിലും മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം.